നമസ്കാരം, സുധീഷ് ചെമ്പഴശ്ശേരിയാണ്. അപ്പം ഞാനെന്നുള്ളത് ആറ്റൂർ സാമിയാർ മഠത്തിലാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്നിവിടെ വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് നിർധനരായ ആളുകൾക്ക് മറ്റേ ചികിത്സാ ധനസഹായ ഫണ്ട്, അതുപോലെ കുറേ കുട്ടികൾക്ക്, സമൂഹത്തിലെ താഴ്ന്ന നിലവാരത്തിൽ കിടക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് പുസ്തകങ്ങൾ, അതുപോലെ ഓട്ടോ തൊഴിലാളികൾക്ക് കൊട, അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുകയാണ്. അതുപോലെ കിറ്റ്, അരി, പലവ്യഞ്ജനങ്ങളൊക്കെ പാടെ കിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് കുറെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് അത് ഗുണപ്രദമുണ്ട് സമൂഹത്തിൽ. അപ്പൊ ഇത് മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് ഒരു മാതൃകയാവട്ടെ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് ഇതിന്റെ മൊത്തം കാര്യങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിനുള്ളൊരു പ്രചോദനം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഉണ്ണിസ്വാമി, ഇതിന്റെ മഠാധിപതി ഉണ്ണിസ്വാമി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ ഇവിടെ വന്നിട്ട് കുറെ കാര്യങ്ങൾ നടന്ന ആളുകളും മറ്റൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്, വരുന്ന ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ണിസ്വാമിയോട് ചോദിക്കാം കേട്ടോ. നമസ്കാരം. ഇന്ന് നമ്മുടെ ക്ഷേത്രത്തില് എൻ്റെ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലം ഞാൻ ഈ ക്ഷേത്ര ഇങ്ങനെ പൂജാവിധികളായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഞാൻ പല ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ ഒരുപാട് അന്നദാനങ്ങളും അതുപോലെ കുറച്ച് നല്ല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ ഈ എളിയ മനസ്സിന് ഒരു ആഗ്രഹം, എനിക്കോ അങ്ങനത്തെ ഒരു കാലഘട്ടം ഒന്നും അല്ലായിരുന്നു, ആഗ്രഹിക്കാൻ പറ്റിയ കാലഘട്ടമല്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു എളിയ മനസ്സിൻ്റെ ഒരു ആഗ്രഹം പിന്നെയും ഒരു ചോദ്യ ചിഹ്നമായിട്ട് ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾ പോകുമ്പോഴും ഞാൻ ഈ പൂജയും കാര്യങ്ങളൊക്കെ മുമ്പാക്കാൻ പോകുമ്പോൾ എനിക്ക് എന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് നടന്ന ചടങ്ങ് എന്ന് പറയുന്നത് എന്താ പറയുക, ഭഗവാന്റെ ഒരു നില ഇറങ്ങിയ പോലെ എന്നൊക്കെ പറയില്ലേ, പ്രകൃതിയല്ലേ ശക്തി. ആ ശക്തി എൻ്റെ മനസ്സിൻ്റെ ആ വാക്കുകളെല്ലാം ശേഖരിച്ചു വെച്ചുകൊണ്ട് എനിക്ക് നന്മയുടെ ഈ പാത തുടരാനും വരുന്ന ഭക്തർക്ക് എന്നുകൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൂജാവിധി കാര്യങ്ങളെ കൊണ്ട് ഗുണങ്ങളും അതിനുപരി കിട്ടുന്ന ഒരു കാര്യസാധ്യങ്ങളുടെ വിജയം കണ്ട ഭക്തര് തന്ന ഒരു മൂല്യധനം എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ എൻ്റെ ഭഗവാനും ഭഗവതിയും എൻ്റെ പൂർവിക മുത്തപ്പന്മാരും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എൻ്റെ തട്ടകത്ത ഭഗവതി ഭഗവാന്മാർക്കും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എന്നോട് എൻ്റെ ഈ കാര്യങ്ങൾ കേട്ട് അതിനോട് ബന്ധപ്പെട്ട് സഹകരിച്ചു വന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയണു. അതിനുപരി ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഭഗവാൻ ഉണ്ടാവട്ടെ. എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ. പ്രകൃതി ഒരു കാറ്റുപോലെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും എത്തട്ടെ. എല്ലാവരും ശുഭമായ രീതിയിലുള്ള രക്ഷാമാർഗത്തിന്റെ വഴികൾ തേടുമ്പോൾ എന്നോണ്ട് കഴിയുന്ന രീതിയിൽ ആ രക്ഷാപ്രവർത്തനം മുന്നാക്കം പോവാൻ, അതിന് കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും, സഹായ രീതിക്കാണെങ്കിൽ പോലും എനിക്ക് ആ അവസരം ഭഗവാൻ തരട്ടെ എന്ന് ഉപരി ഞാൻ എല്ലാവരോടും കടപ്പെട്ട മനസ്സ് എൻ്റെ ഭഗവാനും ഭഗവതിക്കും എൻ്റെ പൂർവിക മുത്തപ്പന്മാർക്കും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ എന്ന് പറയുന്നില്ല. എനിക്ക് ഇനിയും തുടർന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ നടത്തി പരിചയ സമ്പന്നമായിട്ടുള്ള കാര്യങ്ങളോടും ദീർഘകാലം ആയുസ്സും കാര്യങ്ങളും നല്ല കാര്യത്തിനുള്ള അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ ഉണ്ടാവാനും ഇതുപോലെ ചെയ്യാനും എൻ്റെ മനസ്സിനെ പ്രകടിപ്പിക്കട്ടെ. എൻ്റെ ഭഗവാൻ സാമിയാർ മഠം ക്ഷേത്രം എന്നും ഭക്തജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരട്ടെ. നന്ദി, നമസ്കാരം. ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ കലാഭവൻ മണി ചേട്ടന്റെ അനുജൻ ഡോക്ടർ എൽ രാമകൃഷ്ണൻ, അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ഷേത്രസന്നിധിയിൽ വെച്ച് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആറ്റൂർ സ്വാമിയാർ മഠം ക്ഷേത്രം ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം നമ്മുടെ പൊതുജന സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചു. അതിലുപരി ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു ഭക്തന്റെ സഹായത്തോടെ ഞാൻ നമ്മളുടെ അടുത്തുള്ള സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തെ
CIനും ക്ഷണിച്ചപ്പോൾ CI സബ് ഇൻസ്പെക്ടർക്ക് പെർമിഷൻ കൊടുക്കുകയും അദ്ദേഹം വരികയും ചടങ്ങിനെ ഒന്ന് സന്തോഷപ്പെടുത്തി അദ്ദേഹം എല്ലാ ചടങ്ങുകൾക്കും നന്ദി പറഞ്ഞ് ആശംസ പറയുകയും ചെയ്തതിലും നന്ദി പറയണു. അതിനുപരി നമ്മളുടെ പഞ്ചായത്ത് മെമ്പർ, ഈ പഞ്ചായത്ത് പ്രതിനിധികൾ, അതുപോലെ നമ്മുടെ ഈ ഏരിയയിലെ ഭക്തജനങ്ങൾ, എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ സഹായിച്ച എല്ലാവരും, വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, BJP അംഗത്വമുള്ളവരും ജില്ലയുടെ അംഗത്വമുള്ളവരും അതുപോലെ മാർക്സിസ്റ്റിൻ്റെ അംഗത്വമുള്ളവരും മെമ്പർമാരും കോൺഗ്രസിൻ്റെതായ രീതിയിരിക്കുന്ന അംഗത്വമുള്ളവരും അതിലുപരി മെമ്പർമാരും എല്ലാ വിവിധ രാഷ്ട്രീയക്കാരും പ്രതിനിധികളും പങ്കെടുത്തതിൽ അവരോട് ഞാൻ നന്ദി പറയുന്നു. ഇതിലൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഭക്തരോടും എൻ്റെ ഭഗവാനോടും കൂടിയാണ്. ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. പൊൻവലം കയ്യിലായി മുച്ചാൻ വടിയും പൊന്നിടം കയ്യിൽ മധുപാത്രമോടെ കോടിവനത്തിൽ കളിയാടിയാടി മഹിഷപുറമേറി നീവാ മകനെ കണ്ണൻ എന്ന പേരും വിളിച്ചേ തെളിച്ച് വാവാ മകനെ കുറുവടിക്കാരാവാ കുറുങ്കുട്ടി ചാത്താവാ കുറുവടിക്കിലുന്നനെ ആടിവ പൊന്മകനെ കുറുവടിക്കാരാ നീ കുറുങ്കുട്ടി ചാത്താ നീ കുറുവടിക്കിലുന്നനെ താളം തട്ടിദിവാ മകനെ പൊൻകുടുക്ക് കള്ളുമുണ്ടേ അവിൽ മലർന്നേദ്യമുണ്ടേ കുടുകൂടെ കള്ളും കുടിച്ചു നീ പൊൻവലം കയ്യിലായി മുച്ചാൻ വടിയും പൊന്നിടം കയ്യിൽ മധുപാത്രമോടെ കൂടിവനത്തിൽ കളിയാടിയാടി മഹിഷപുറമേറി നീവാ മകനെ കണ്ണൻ എന്ന പേരും വിളിച്ചേ തെളിച്ച് വാവാ മകനെ കുറുവടിക്കാരാവാ കുറുങ്കുട്ടി ചാത്താവാ കുറുവടിക്കിലുന്നനെ ആടിവ ഓടിവ മകനെ കുറുവടിക്കാരാ നീ കുറുങ്കുട്ടി ചാത്താ നീ കുറുവടിക്കിലുന്നനെ താളം തട്ടിദിവാ മകനെ പൊൻകുടുക്ക് കള്ളുമുണ്ടേ അവിൽ മലർന്നേദ്യമുണ്ടേ കുടുകൂടെ കള്ളും കുടിച്ചു നീ പൊൻവലം കയ്യിലായി മുച്ചാൻ വടിയും പൊന്നിടം കയ്യിൽ മധുപാത്രമോടെ കൂടിവനത്തിൽ കളിയാടിയാടി മഹിഷപുറമേറി നീവാ മകനെ കണ്ണൻ എന്ന പേരും വിളിച്ചേ തെളിച്ച് വാവാ മകനെ